അപ്പോൾ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,758 ആണ്. അതായത് ആ ഒരു റേഞ്ച് ക്രോസ് ഞാൻ പറഞ്ഞിരുന്നു 23,900 റേഞ്ച് കടന്നാൽ 23,700 വരെ പോകാൻ സാധ്യതയാണ്. അതേപോലെ തന്നെ ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ഒരു ഇടിവ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് US ഫെഡറൽ റിസർവിന്റെ ആ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തത് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരു ട്രംപിന്റെ ഒരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു, അതും അതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയുടെ ഒരു ഡോളറിനനുസരിച്ച് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടിയിട്ടുണ്ട്. ആ ഒരു വാല്യൂ കൂടിയതും ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റ് ഇടിയുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഈ തേർഡ് ക്വാർട്ടറിന്റെ ആ ഒരു വരുമാനം അല്ലെങ്കിൽ Q3 അതായത് ഡിസംബർ വരെയുള്ള ക്വാർട്ടറിന്റെ ആ ഒരു വരുമാനത്തിന്റെ കമ്പനീസിന്റെ മിഡ് ക്യാപ് എല്ലാ കമ്പനീസിന്റെയും വരുമാനം ആ ഒരു അറിയാനായിട്ടുള്ള സമയമുണ്ട്. അപ്പൊ അത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ അവർ വിചാരിച്ചൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ, ഇതെല്ലാം മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഡൗൺ ഈ ഒരു വീക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഇതിലെത്തിയിട്ടുണ്ട്, പക്ഷെ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് എടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു വീക്കിലെ ട്രേഡ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ ട്രേഡിങ്ങിനെ പറ്റി ന്യൂസസ് അറിയാനും ഇതിന്റെ ബേസിക്സ് സ്റ്റഡി ചെയ്യാനും താഴെ കാണുന്നുണ്ടല്ലോ ഹായ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ.